ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഒരു ബ്ലോഗാണ്. നമ്മുടെ വീട്ടിൽ രാവിലെ ഞാനും കുഞ്ഞും നമ്മളെ വാവക്കൂട്ടും കൂടെ ചിക്കൻ കറി വെക്കാൻ പോവാ, പൊറോട്ട ഉണ്ടാക്കണം. അപ്പൊ അതിന്റെയൊക്കെ ഒരു ചെറിയൊരു കുഞ്ഞു ബ്ലോഗാട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാ ചെയ്യുന്നത്, നമുക്ക് വീഡിയോ കാണാമേ. കുഞ്ഞുമാണ് ഇത് പൊറോട്ട ഉണ്ടാക്കണം. അപ്പൊ പൊറോട്ടയ്ക്ക് വേണ്ടിയുള്ള മൈദയൊക്കെ എടുക്കട്ടോ. വാക്കൂട്ട് നമ്മുടെ ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ അരിഞ്ഞു തരികയാണ്. ഉണ്ടാക്കാൻ അറിയാമോ? അപ്പൊ പൊറോട്ടയ്ക്കുള്ള മാവില് ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ കുറച്ച് പാല്, പിന്നെ നമ്മുടെ ചപ്പാത്തി പരുവത്തിൽ നമ്മൾ കുഴച്ചെടുക്കണ്ട ആ പരുവത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കുഴച്ച് സെറ്റാക്കി ഇതാ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുഞ്ഞും വാക്കൂട്ടിനും ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ സെറ്റ് ചെയ്യുവാണ്. ആ സമയത്ത് നമുക്ക് ചിക്കൻ വേവിക്കാം. ഞാൻ ഇത് തലേന്ന് അരപ്പൊക്കെ ചേർത്ത് വെച്ചാണ്. ഇത് കുക്കറിലാട്ടോ വേവിക്കുന്നത്. ഒരു വിസിൽ അടിച്ചാട്ടോ നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നമ്മുടെ ചിക്കൻ കറി കണ്ട വേവാൻ വെച്ചിട്ടുണ്ട്, കുക്കറി വെച്ചിട്ടുണ്ട്. അത് വേവട്ടെ. നമുക്ക് അടുത്ത സൈഡിൽ ഇവിടെ രണ്ടുപേരും നമുക്ക് ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ സെറ്റ് ചെയ്ത് തരും കേട്ടോ. കുഞ്ഞു ഇവിടെ നമ്മുടെ സവാളയൊക്കെ ഇതാണ് കുഞ്ഞു 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 നരിയുന്നുണ്ട് കേട്ടോ. കൂട്ടിനിവിടെ രാവിലത്തെ കഞ്ഞി കുടിക്കും കേട്ടോ. നല്ല കഞ്ഞി വാക്കൂട്ടൻ വാക്കൂട്ടിന് അവിടെ കഞ്ഞി കുടിക്കും കേട്ടോ. അങ്ങനെ സവാളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ കറി വെക്കാം. അപ്പൊ അടുപ്പ് കത്തിച്ച് അതിനോട് നമ്മൾ പാനൊക്കെ ചൂടായി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് പൊട്ടട്ടെ, ഇട്ടിട്ട് ഗ്രാമ്പു, ഏതാണ്ട് ഈ മസാലയുടെ ഇത്രയും സാധനം ഇട്ട് കൊടുക്കും. ഇതത്രേ ഇട്ടു. അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള നമ്മൾ ഇട്ട് കൊടുക്കട്ടെ. ഇനി നമുക്ക് വഴറ്റിയെടുക്കാം. എന്താ ചെയ്യുവാ? ചിക്കൻ വെച്ചോ? എന്ത് ചിക്കൻ വെക്കാം? നമ്മള് കറിവേപ്പില എടുക്കുന്ന കാര്യം ഓർത്തെ. അപ്പൊ നമുക്ക് ചിക്കൻ കറിക്കുള്ള കറിവേപ്പില എടുക്കാൻ പോകാം. കറിവേപ്പില നമ്മുടെ കറിവേപ്പ് മരത്തിന് എടുക്കാമേ. നമ്മുടെ കറിവേപ്പ് മരം ഇതില്ലേ, നമുക്ക് ഇതിന്ന് എടുക്കണം, നമുക്ക് ഇതിന്ന് എടുക്കാം. വാ, കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. കറിക്കകത്ത് ഇടാം. നമ്മുടെ വാക്കൂട്ടിനായിട്ടോ കറിവേപ്പില ഇടാൻ പോണേ. ഇതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. വാക്കൂട്ടിന് തക്കാളി ഇട്ടേട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്ര ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ വഴറ്റി ഞാൻ കുറച്ചിടുന്നു. പിന്നെ നമുക്ക് മല്ലിപ്പൊടി 1 2 മതി, 3 ഇട്ടേക്കാം. 2.5 ഇട്ടു. പിന്നെ നമ്മള് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടി. ഓൾറെഡി ചിക്കനകത്ത് നമ്മൾ ഇതെല്ലാം മസാലകളെല്ലാം ഇട്ട് സെറ്റാക്കി വെച്ചേക്കുക. ഒരുപാട് വാരി ഇടണ്ട. കുറച്ച് ഗരം മസാല, ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നല്ല മണം വരുന്നുണ്ട്. മണം വരുന്നില്ലേ വാക്കൂട്ട? മണം വരുന്നില്ല. കുഞ്ഞു മണം വരുന്നില്ലയോ? തൈരും കൂടെ ചേർക്കുന്നുണ്ടേ. നമ്മുടെ ചിക്കൻ താഴെ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ചിക്കൻ നമുക്ക് വെന്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമ്മുടെ ഉള്ളിയിലോട്ടൊക്കെ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കാമേ. വെന്ത ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ചിക്കൻ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്ക് പൊറോട്ടയുടെ പരിപാടി നോക്കാം. അപ്പം പൊറോട്ട മാവ് കുഴച്ച് വെച്ചത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് അടിച്ച് പരത്തി സെറ്റാക്കി പൊറോട്ടയൊക്കെ ആക്കി എടുക്കാം. അപ്പോൾ കുഞ്ഞു പൊറോട്ടയൊക്കെ അടിച്ച് പരത്താൻ റെഡിയായിട്ട് നിൽക്കുക, റെഡിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അതൊക്കെ ഒന്ന് മാവൊക്കെ ഒന്ന് കുഴച്ച് റെഡിയാക്കി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം. ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ തിളക്കട്ടെ. നമുക്ക് അതൊന്ന് ഇങ്ങനെ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്താണ്. അപ്പോൾ വളരെ കുറച്ച് മസാലയൊക്കെ ചേർത്ത് പിന്നെ നൈറ്റ് ടൈം വെച്ചാൽ ഇനി നമുക്കൊന്ന് വറക്കാം. നമ്മുടെ പാൻ അവിടെ ചൂടാവുന്നുണ്ട്. അതിൽ നമ്മുടെ പാൻ ചൂടാവുന്നുണ്ട്. അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ കുഞ്ഞായതുകൊണ്ട് സൺഫ്ലവർ ഓയിലായിട്ട് എടുക്കാം. അതിൻ്റെ സൺഫ്ലവർ ഓയിൽ പാൻ ചൂടായിട്ടുണ്ട്. വളരെ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാമേ. അങ്ങനെ കുഞ്ഞു ഓരോ ബോൾസ് ആയിട്ടൊക്കെ ഉണ്ടാക്കി പൊറോട്ടയ്ക്ക് വേണ്ടി പരത്തുക. വാക്കൂട്ടൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഓരോ ബോൾസ് ആയിട്ടൊക്കെ എടുത്ത് അടിച്ച് പരത്തി വീശിയൊക്കെ അടിച്ച് സെറ്റ് ആക്കി എടുത്ത് പരത്തി ഓരോരോ പൊറോട്ടകളായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ.
ഇത് കുറച്ച് നേരത്തെ പരിപാടി കേട്ടോ, ഒരുപാട് സമയം എടുത്ത് നമുക്ക് പൊറോട്ട ഒന്ന് സെറ്റാക്കി എടുക്കാൻ, മാവൊക്കെ അടിച്ച് പരത്തി ഇങ്ങനെയൊക്കെ സെറ്റാക്കി കുറേ സമയം എടുത്തു. അങ്ങനെ നമ്മൾ ചുടാൻ വെച്ചതാണ്ട് ഇവിടെ ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൊറോട്ടയൊക്കെ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുന്നു, ചിക്കൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ എല്ലാം റെഡിയായി. ഇനി പൊറോട്ടയിലോട്ട് ചേർത്ത് ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് അടിക്കുമല്ലോ, അങ്ങനെ അടിച്ച് പരത്തി ഇങ്ങനെ നൂല് ലെയറൊക്കെ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും പൊറോട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളെല്ലാം സെർവ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാനും കുഞ്ഞും വാക്കുണ്ണിനും കഴിക്കാൻ പോവാണേ. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.